നമ്മളെ ചാനലിലെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞാനിന്ന് ഉച്ചക്കേക്ക് ഒരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താമര പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രം നമ്മൾ വെക്കൽ കുറവാണ്. അതിൻ്റെ കൂടെ എല്ലാ ഇലകളും ചേർക്കും. ഇത് ചേനയുടെ ഇല, പിന്നെ നീലക്കാച്ചലിൻ്റെ ഇല, പിന്നെ നമ്മളെ പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് നമ്മളെ വളപ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ കറി വെക്കുമ്പോൾ എല്ലാം ഒന്ന് മാത്രമല്ല, എല്ലാം ചേർത്തിട്ട് വെക്കും. പിന്നെ നമ്മൾ കിഴങ്ങിൻ്റെ ഇല ആണിത്, നമ്മളിതും കൂട്ടി വെക്കലുണ്ട്. ഇത് ചുവന്ന കിഴങ്ങിൻ്റെ അല്ല കേട്ടോ, ഇത് വെള്ള കിഴങ്ങിൻ്റെയാണ്. നമ്മളെ വളർത്തിൽ കുറേ അലായിട്ട് വെള്ള കിഴങ്ങിൻ്റെതാണില്ലത്, അതും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാനിന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിത് മുറിച്ചെടുക്കുന്നുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ മീൻ കിട്ടിയിട്ടുണ്ടായിനി അയില. അത് നമ്മൾ രാത്രിയാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം അതിപ്പോൾ ഇന്നലെ കറി വെച്ചത് ചോറിനുണ്ട്. ഇതൊരു തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ നമുക്കിത്. ചെറിയ ഇതായി നേർത്ത് അരിയണം. നമ്മൾ ഇലക്കറിക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, കാന്താരി ഉണ്ട്. ഞാനിതൊന്ന് ചതച്ചിട്ട് വരുന്നു. ിട്ടുണ്ട് കടുക് ഇടുന്നുണ്ട്. നമ്മളെ ഇല ചേർക്കുന്നുണ്ട് ഇതിൽ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ്, നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും കൂടി മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തത് കേട്ടോ. ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇലക്കറിയിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. ഇതാണ് നമ്മളെ ഇലക്കറി റെഡിയായി വന്നു. ഇലക്കറിക്കെല്ലാം അത്രയല്ലേ വേവില്ലോ. നമ്മളെ ഇലക്കറിയിൽ തോരനായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇത് ഉണ്ടാക്കിയേ ഉച്ചക്കത്തെ തോരൻ റെഡിയായി. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഇതാണ് ഇത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. നല്ലൊരു വീഡിയോ ആയി നാളെ കാണാം.